ശിവാനി 18 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വവും അവൾ ഏൽക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു അശോകിനെയും കടയിൽ ജോലിക്ക് നിർത്താമെന്ന്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അത് ഉപകരിക്കുമല്ലോ. വേണ്ടമ്മേ, അശോക് ഇപ്പോഴും ചെറിയ കുട്ടിയല്ലേ. അവനിപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ. അവൻ പഠിച്ച് വലിയ ആളാകണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് പഠിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ചുമതലകൾ ആരെങ്കിലും ഏറ്റു നടത്തണ്ടേ? ഞാനില്ല അമ്മേ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പക്ഷെ മോളെ, നീ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക? ഞാൻ ചെയ്തോളാം അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കേ. ശിവാനി അധികമൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഭേദപ്പെട്ട ജോലികളൊന്നും അവൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവൾ അയൽ വീടുകളിലൊക്കെ ചെന്ന് വീട്ടുജോലികൾ ചെയ്തു. 3 വീടുകളിലാണ് അവൾ ജോലി ചെയ്തത്. രാവിലെ 7 മണിക്ക് അവൾ വീട്ടിൽ നിന്ന് പുറപ്പെടും. രാത്രി 8 മണിയാവുമ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തുക. അതും വളരെ ക്ഷീണത്തോടെ. ഇതുപോലെ കഠിനാധ്വാനം ചെയ്താണ് ശിവാനി തന്റെ അനുജൻ അശോകിനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് വിട്ടത്. അവൻ അവിടെ പഠിച്ചു. നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നിനക്കറിയില്ല മോളെ. പിന്നെ എന്തിനാ നീ ധൃതിപ്പെട്ട് അശോകിനെ ഇത്രയും വലിയൊരു ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്ത് വിട്ടത്? ഇനി അവന്റെ പഠിപ്പിനുള്ള ചിലവൊക്കെ ആരാ നോക്കുക? അമ്മേ, അമ്മ എന്തിനാ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നത്? എല്ലാം ശരിയാവും അമ്മേ, അമ്മ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശിവാനി വേറെയും ചില വീടുകളിൽ ജോലിക്ക് പോവാൻ തുടങ്ങി. അവളിപ്പോൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടും. രാത്രി 9 മണിക്കാണ് തിരിച്ചു വരിക. ചേച്ചി, എന്തിനാ ഇത്രയും ജോലി ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യാതിരുന്നാൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ചേച്ചി, ഞാൻ ആലോചിക്കുകയാണ് പഠിപ്പ് നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന്. എന്നാ ചേച്ചിക്കൊരു സഹായമാവുമല്ലോ. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പഠിച്ച് വലിയ ആളായി ഓഫീസർ ആകുമ്പോ അപ്പൊ നീ എന്നെ സഹായിച്ചാ മതി. മനസ്സിലായോ? ഇപ്പൊ ചെല്ല്, എന്നിട്ട് പഠിക്കാനുള്ളതൊക്കെ പഠിക്കേ. ഇങ്ങനെ ജോലി ചെയ്ത് ചെയ്ത് ശിവാനി 5 വർഷം തള്ളി നീക്കി. ഒരു ദിവസം എന്താണുണ്ടായതെന്നോ, ശിവാനിക്ക് ഒരു കല്യാണാലോചന വന്നു. നോക്ക് ശിവാനി, ഈ പയ്യൻ വളരെ നല്ലവനാ. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സമ്പാദ്യമുണ്ട്. അവനെ വിവാഹം കഴിച്ചാ നിന്റെ ജീവിതം നന്നാവും. അമ്മേ, ഞാൻ കല്യാണം കഴിച്ച അമ്മയുടെയും അനിയന്റെയും കാര്യം? എനിക്ക് വരാൻ പോകുന്ന ഭർത്താവ് അമ്മയെയും അനിയനെയും നോക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും തയ്യാറായാ ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെ കല്യാണം കഴിച്ചോളൂ അമ്മേ. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ജീവിതകാലം മുഴുവൻ നീ കല്യാണം കഴിക്കാതിരിക്കാൻ പോവാ? എന്റെ വിധിയിൽ അങ്ങനെയാണുള്ളതെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ദുർഗ തന്റെ മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെയധികം ശ്രമിച്ചു. പക്ഷെ ശിവാനി അമ്മ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല. ശിവാനിയുടെ പിടിവാശി കണ്ടപ്പോൾ ദുർഗ വല്ലാതെ വിഷമിച്ചു. ഒരു ദിവസം ദുർഗയുടെ സഹോദരി അവരെ കാണാനെത്തി. എന്ത് പറ്റി ചേച്ചി? എന്താ ചേച്ചിക്ക് ഇന്നൊരു വ്യസനം? അതെ, ഞാൻ എന്ത് പറയാനാ നിന്നോട്? ശിവാനിയുടെ കല്യാണക്കാരെ ആലോചിച്ചാ വിഷമിക്കുന്നത്. പക്ഷെ അവൾക്ക് ഒരു നല്ല ആലോചന വന്നതല്ലേ? ആലോചന വന്നത് ശരിയാ, പക്ഷെ അവളതിന് സമ്മതിക്കുന്നില്ലല്ലോ. അതെന്താ? അവളെ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ എന്നെയും അവളുടെ സഹോദരനെയും നോക്കിയാൽ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ എന്നാണ് പറയുന്നത്. നീ തന്നെ പറ, അങ്ങനെ എങ്ങനെ നടക്കൂ? ഏതെങ്കിലും മരുമകൻ അമ്മായി അമ്മയെയും ഭാര്യയുടെ അനുജനെയും നോക്കാൻ തയ്യാറാവുമോ? അത് കഷ്ടം തന്നെയാണ്. പക്ഷെ ശിവാനി പറയുന്നത് എനിക്ക് മനസ്സിലായി. അവൾക്ക് നിങ്ങളെക്കുറിച്ചാണ് ചിന്ത. അതെനിക്കും മനസ്സിലായി. പക്ഷേ നീ തന്നെ കാണുന്നില്ലേ, അവളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൂടാതെ അവൾ രാവും പകലും മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. അവൾക്കും ഒരു നല്ല ജീവിതം ജീവിക്കണ്ടേ? കിട്ടും, നല്ലൊരു ജീവിതം കിട്ടും. ശിവാനിയുടെ മനസ്സ് നല്ലതാണ്. ഒരു ദിവസം അവൾക്ക് എല്ലാ സുഖങ്ങളും സന്തോഷവും കിട്ടും. ഞാനും ഭഗവാനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. എത്രയും വേഗം എല്ലാം സാധ്യമാക്കി തരട്ടെ. ഈ സംഭവത്തിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ശിവാനി തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വരുന്ന വഴിക്ക് ആരോ തന്നെ പിന്തുടരുന്നുണ്ട് എന്നവൾക്ക് തോന്നി. ശിവാനി ആകെ ഭയന്നു. അവൾ ഓടി. പുറകെ വന്നത് എന്തായിരുന്നാലും അതും അവളുടെ പുറകെ തന്നെ ഓടി. ഓടി ഓടി ശിവാനി ഒരു കല്ലിൽ തട്ടി താഴെ വീണു. ആരാണതെന്ന്? എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത്? ശിവാനി നോക്കിയപ്പോൾ കണ്ടത് ഒരു വിചിത്രമായ ഭൂതം അവളുടെ പുറകെ വരുന്നതാണ്. ആ ഭൂതം ശിവാനിക്ക് ഒരു സന്ദേശം നൽകി. എന്നിട്ട് ആ ഭൂതം അപ്രത്യക്ഷനായി. ശിവാനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന്. ശിവാനി വേഗം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ സന്ദേശം തുറന്നു വായിച്ചു. നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല, പക്ഷെ എനിക്ക് നീ ആരാണെന്ന് അറിയാം. ശിവാനി,
നീ നിന്റെ അമ്മയെയും സഹോദരനെയും സന്തോഷത്തോടെ നോക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനാവും. അതിനു പകരമായി നീ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ടി വരും. നാളെ രാവിലെ 4 മണിക്ക് ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽക്കും. ഈ സന്ദേശം വായിച്ചപ്പോൾ ശിവാനി പരിഭ്രമിച്ചു. ഈ ഭൂതം ആരായിരിക്കും? അതിനെങ്ങനെയാണ് എന്നെ സഹായിക്കാനാവുക? പക്ഷെ തന്റെ അമ്മയും അനുജനും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ശിവാനി ആഗ്രഹിച്ചു. അങ്ങനെ അവൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഭൂതത്തെ നാളെ കാണണം എന്ന്. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് ശിവാനി ആ സ്ഥലത്ത് വീണ്ടും എത്തി. അവിടെ അവളെ കാത്ത് 2 ഭൂതങ്ങളുണ്ടായിരുന്നു. ഞാനാണ് കുള്ളന്മാരുടെ രാജാവ്. നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് ഞാനാണ്. നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. ഒരുപക്ഷെ നീ എനിക്ക് വേണ്ടി അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് പ്രതിഫലമായി ഒരുപാട് സ്വർണം തരും. അതുകൊണ്ട് നിനക്ക് നിന്റെ തലമുറകൾക്കും ഭാവിയിലും സുഖമായി കഴിയാം. എന്താണ് കാര്യം? അതും ഞാൻ ചെയ്തു തരണമെന്നോ? വരൂ, എന്റെ കൂടെ വരൂ. ആ ഭൂതം രാജാവ് ശിവാനിയെ ഒരു ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ ഗുഹയ്ക്കുള്ളില് എന്റെ റാണിയെ ഇരുമ്പഴിക്കുള്ളിൽ ബന്ധനസ്ഥയാക്കിയിരിക്കുകയാണ്. ഇതൊരു മാന്ത്രിക ഗുഹയാണ്. എന്റെ റാണിയെ ഒരു മന്ത്രവാദിയാണ് ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്. ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന കുള്ളന്മാർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. പക്ഷെ മനുഷ്യർക്ക് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നീ ഈ ഗുഹയിൽ പ്രവേശിച്ച് എന്റെ റാണിയെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് പ്രതിഫലമായി ഒരുപാട് സ്വർണം തരാം. ഇതെന്റെ വാക്കാണ്. ഈ ഗുഹയ്ക്കകത്ത് അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ? ഗുഹയിലൊരു സർപ്പമുണ്ട്. അതല്ലാതെ പേടിക്കാൻ മറ്റൊന്നും ഗുഹയിലില്ല. പാമ്പും തേളും ഉണ്ടെന്ന് കേട്ടപ്പോൾ ശിവാനി ചിന്തിച്ചു. ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയേക്കാം. എന്നാൽ ഞാൻ ജീവനോടെ പുറത്തേക്ക് വന്നാൽ അശോകിന് നല്ലൊരു ഭാവി ഉണ്ടാകും. ശരി, ഞാൻ തയ്യാറാണ്. ശിവാനി ആ ഗുഹയുടെ അകത്തേക്ക് കടന്നു. ഗുഹയുടെ അകത്ത് ഇരുട്ടായിരുന്നു. അവിടെയുള്ള ഒരു പാമ്പ് ചീറ്റിക്കൊണ്ട് ശിവാനിയെ പേടിപ്പിച്ചു. ശിവാനി ശരിക്കും പേടിച്ചു. എന്നാലും അവൾ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ കൂടിനകത്ത് ഭൂതം രാജാവിന്റെ ഭാര്യയുണ്ടായിരുന്നു. അതാ മഹാറാണി. ശിവാനി ആ കൂട് തുറന്നു. ഭൂതങ്ങളുടെ റാണി പുറത്തേക്ക് വന്നു. ഭൂതങ്ങളുടെ റാണി ഒരു ജാലവിദ്യ ചെയ്തു. അപ്പോൾ എല്ലാ പാമ്പുകളും തേളുകളും അപ്രത്യക്ഷരായി. അതിനുശേഷം ശിവാനി ഭൂതങ്ങളുടെ റാണിയെയും കൊണ്ട് പുറത്തേക്ക് വന്നു. മഹാറാണിയെ കണ്ടപ്പോൾ രാജാവ് വളരെയധികം സന്തോഷിച്ചു. അയാൾ തന്റെ മഹാറാണിയെ കെട്ടിപ്പിടിച്ചു. വളരെ ഉപകാരം ശിവാനി. ഇതാ നിനക്കുള്ള പാരിതോഷികം. ജാലവിദ്യ കൊണ്ട് ആ ഭൂതങ്ങളുടെ രാജാവ് 2 ചാക്ക് നിറയെ സ്വർണം ശിവാനിയുടെ മുന്നിലെത്തിച്ചു. ഞാൻ നിന്നോട് ഒരേയൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ ജീവനിൽ പേടി തോന്നാത്തത്? കാരണം ഞാൻ എപ്പോഴും എന്റെ അനുജന് ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അശോക് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം. അതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം. ശിവാനി, നിന്നെപ്പോലെ നല്ലൊരു ചേച്ചിയെ ഞാൻ ഈ ലോകത്ത് ഇതുവരെ കണ്ടിട്ടേയില്ല. നീ എപ്പോഴും സന്തോഷമായിരിക്കണം. ഭൂതം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഭൂതം നൽകിയ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് ശിവാനിയും അവളുടെ കുടുംബവും നല്ല നിലയിലെത്തി. അവർക്ക് എല്ലാ സുഖങ്ങളും സന്തോഷവും ഉണ്ടായി. അങ്ങനെ 1 വർഷത്തിനു ശേഷം ശിവാനിയുടെ വിവാഹം നടന്നു. ദുർഗയുടെ സ്വപ്നവും പൂർത്തിയായി. എല്ലാം മംഗളമായി പര്യവസാനിച്ചു. പാവപ്പെട്ട ഒരു സഹോദരിയുടെ ത്യാഗമാണ് എല്ലാം ഭംഗിയായി നടത്തിയത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും.